കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നു മകനേ. കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നു മകനേ. താരാട്ട് പാടുവാനമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. താരാട്ട് പാടുവാനമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നു മകനേ. ഇന്നത്തെ അതിഥി അല്ലെങ്കിൽ മത്സരാർത്ഥി എന്ന് പറയുന്നത് ഒരു BP ആണ്. ഈ BP എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്ലഡ് പ്രഷർ ഉള്ള വ്യക്തിയാണോ? അല്ല, ഒരു BJP ആണ്. BJP എന്ന് പറഞ്ഞാൽ ഭാര്യയെ ജന്മന പേടി. നേരത്തെ പറഞ്ഞ ഭാര്യയെ പേടി. പക്ഷേ ഭാര്യയെ ജന്മനാൽ പേടിയുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാടാത്ത പൈങ്കിളി എന്ന സീരിയലിൽ അദ്ദേഹം അത്തരത്തിലൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും വീട്ടിൽ അങ്ങനെ ഒരു പേടിയില്ലെന്ന് തോന്നുന്നു. എങ്കിലും സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നവീൻ അറക്കൽ. നമസ്കാരം നവീൻ. നമസ്കാരം. നവീനെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം സീരിയലിലും ബാക്കി ഒരുപാട് ഫേസ്ബുക്കിലൂടെയും ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കാണുന്ന എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്. പക്ഷെ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിഞ്ഞു ഏതെങ്കിലും വേദികളിൽ. ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്, പല വേദികളായിട്ട് കണ്ടു. പക്ഷെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ട് കാണുന്നത് അതിന്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഉറപ്പായിട്ടും. നമസ്കാരം നവീൻ. നമസ്കാരം. സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇപ്പം മറ്റേ എന്താണ് പാടാത്ത പൈങ്കിളി അല്ലേ? ഞാനിപ്പോ ചെയ്യുന്നത് പാടാത്ത പൈങ്കിളി ചെയ്യുന്നുണ്ട്. പിന്നെ സത്യ എന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ് അത് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ തോരണം അരുന്ധതി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ 3 സീരിയലാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. സിനിമയിലോ നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രം പെർഫോം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം കമലതളം പോലുള്ള മോഹൻലാലിനുള്ള അങ്ങനെയല്ല. ആ പെർഫോമൻസ് നമ്മൾ ചെറിയ കഥാപാത്രമാണെങ്കിലും നമുക്കൊരു സ്പേസ് വേണം അതില് പെർഫോം ചെയ്യാനുള്ള സെറ്റിലെ സ്പേസ് ആണോ അതോ സെറ്റിലെ സ്പേസ് അല്ല, അഭിനയിക്കാനുള്ള സ്പേസ്. വരും, താമസിയാതെ തന്നെ വരും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോഴും ആൾക്കാരെന്ന് പറഞ്ഞാൽ ചെറിയ വേഷം പോലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ ആദ്യം ഈ വലിയൊരു സംഭവത്തിന് വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ അല്ല, ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. ചെറിയ വേഷമാണെങ്കിലും നല്ല നന്നായിരിക്കണം. അതെ അതെ അതെ, ഒരു സ്പേസ് വേണം നമുക്ക്. അപ്പോൾ അറിയാമല്ലോ, ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടല്ലോ, പറയാം നേടാം. കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് വാത്സല്യം എന്ന സിനിമയിൽ നിന്നാണ് എല്ലാ ചോദ്യങ്ങളും. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമയാണ് വാത്സല്യം. മമ്മൂക്ക അഭിനയിച്ചതാണ്. അപ്പോൾ 3 സെഗ്മെന്റ് ആണ്, അതറിയാവോ? കേറിപാടാ മക്കളെ, സവാരി ഗിരിഗിരി, രാജമാണിക്യം. അപ്പൊ നമുക്ക് കേറിപാടാ മക്കളയിലോട്ട് അങ്ങോട്ട് കയറിയാലോ? കേറിപാടാ മക്കളെ. അല്ല നവീൻ, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താ ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? നമ്മളൊരു ഷോയിൽ വന്നു കഴിഞ്ഞാൽ ഒരു അതാണ് സീരിയസ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഞാൻ സാർ ഇങ്ങനെ ഒരുപാട് ഇതിനു മുമ്പുള്ള എപ്പിസോഡ്സിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഒരുപാട് പേരായിട്ട് അങ്ങോട്ട് കൊടയണ കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് കൊടയാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഞാൻ ഈ സീരിയസ് ആയിട്ട്. ഓ, അങ്ങനെ. അപ്പൊ അതിന്റെ പേരാണ് മാടപ്രാവെന്ന്. മാടിന്റെ ശരീരവും പ്രാവിന്റെ മനസ്സും ഉദ്ദേശിക്കുന്നത്. മാടിന്റെ ആണെ പൊട്ടെന്ന് വയ്ക്കാം. മാടന്റെ ശരീരവും പ്രാവിന്റെ മനസ്സുമായിട്ടുള്ള നവീന് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു സാർ. അപ്പൊ കൂടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഫാമിലി വന്നിട്ടുണ്ട്, ഭാര്യ 2 കുട്ടികളും വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. എവിടെയാണ് താമസം? ഞാൻ താമസിക്കുന്നതിന്റെ സ്വദേശം എറണാകുളമാണ്. എറണാകുളത്ത് താമസിക്കുന്നത്. ഞാൻ പാലാരിവട്ടത്താണ് താമസിക്കുന്നത്. പാലാരിവട്ടം? അതെ അതെ അതെ, നല്ല ഏരിയ ആണല്ലോ. അടിപൊളി ഏരിയ. പിന്നെ ഒരു കലാകുടുംബവും കൂടെയാണ്. നമ്മുടെ പഴയ നടി ഉണ്ണിമേരി ഇല്ലേ, ഉണ്ണിമേരി എന്ന് പറയുന്നത് എൻ്റെ അച്ഛമ്മ, അതായത് അച്ഛൻ്റെ അമ്മ, അച്ഛമ്മയുടെ അനിയത്തിയുടെ മോളാണ് ഉണ്ണിമേരി. അങ്ങനെ ഒരു കണക്ഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കയറിയാലോ? ഉറപ്പായിട്ടും. ഓക്കെ.
വാത്സല്യം എന്ന സിനിമ തുടങ്ങുന്നത് ഒരു ഗാനത്തോടു കൂടിയാണ്. ഓപ്ഷൻ എ ശരി, ബി തെറ്റ്, സി ഒരു ഉത്സവം കാണിച്ചാണ്. 20 സെക്കൻഡ്സ്. തീർച്ചയായിട്ടും കാര്യം ഞാൻ അതിൻ്റെ ഇൻട്രോ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു എന്താ പറയുന്ന ഒരു കർഷക സോങ് ആണ്. പക്ഷെ എനിക്ക് ആ സോങ് പേര് കിട്ടുന്നില്ല. പക്ഷെ അതിൻ്റെ ഫിലിം തുടങ്ങുന്നത് ഒരു നല്ല ഗാനത്തോടെ. ഒരു ഗാനത്തോടെ. അപ്പം എ ശരി, ഞാൻ എടുത്തു വെച്ച പൂട്ടുകയാണ്. പൂട്ടിക്കോ? പൂട്ടട്ടെ, ധൈര്യമായിട്ട് ഞാൻ പൂട്ടിയിരിക്കുന്നു. പൂട്ടാൻ അറിയാവോ? പൂട്ടാനാ? ദൈവം, അതൊരു ചോദ്യമാണ്. നമ്മളിങ്ങനെ പൂട്ടിച്ചോണ്ടിരിക്കണ ആണല്ലേ. എന്തൊക്കെയാണ് പൂട്ടുന്നത്? അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കീഴടക്കി അങ്ങനെ. അത് ശരി. അല്ല, എന്താണ് ഭക്ഷണക്രമം? ഭക്ഷണക്രമം ഒന്നുമില്ല. ഞാൻ രാവിലെ ഒരു 20 മുട്ട 20 കാലത്ത് 20 മുട്ട പുഴുങ്ങി വെക്കും. അതിലൊരു 5 എണ്ണം രാവിലെ കഴിക്കും, പിന്നെ ഒരു 5 എണ്ണം ഉച്ചക്ക് കഴിക്കും, പിന്നെ 5 എണ്ണം വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് 5 എണ്ണം കഴിക്കും എന്നൊക്കെയാണ് പലരുടെ ചിന്ത. പക്ഷെ അതല്ല, ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാ അങ്ങനല്ല. ഇല്ല, ഈ മുട്ട മുഴുവൻ കഴിക്കും, പക്ഷെ മുട്ടയുടെ തോട് മാത്രമാണെന്ന്. കാൽസ്യം. വർക്കൗട്ട് മുടക്കാറില്ല, അതാണ് സാർ ഏറ്റവും പറഞ്ഞാണെങ്കിൽ. വർക്കൗട്ട് ഇതുവരെ മുടക്കാറില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്ത് പ്രോബ്ലം ഉണ്ടായാലും വർക്കൗട്ട് ഇതുവരെ മുടക്കി. എത്ര മണിക്കാണ്? രാവിലെ ഒരു 8 മണി തൊട്ട് 9 മണി വരെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. ഇല്ല. അപ്പം എ ശരി ആണ് ഇവിടെ പൂട്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ നവീനെ പൂട്ടാൻ കുറച്ച് പേര് വന്നിട്ടുണ്ടല്ലോ. ആരാണത്? നിങ്ങളുടെ ഫാമിലി. ദൈവമേ, ഇനി ആരാണെന്ന് വിചാരിച്ച്. നമുക്ക് ഒന്ന് വിളിക്കാം. പിന്നെ ഉറപ്പായിട്ടും വിളിക്കാം. അപ്പൊ ഫാമിലി വന്നിട്ടുണ്ട്, പരിചയപ്പെടുത്തുക. എന്റെ ഭാര്യ സിനി, പിന്നെ എന്റെ മകൻ നിവേദ്, മോള് നേഹ. മോളെന്ത് ചെയ്യുന്നു? മോള് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മോൻ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വൈഫ് ടീച്ചറാണ്. ഞാൻ വിചാരിച്ചു വൈഫ് 12ൽ പഠിക്കുന്നു പറയുന്നു. എന്ത് ടീച്ചർ എന്ന് പറയുമ്പോൾ? ടീച്ചർ നമ്മുടെ എറണാകുളത്ത് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂൾ എന്ന് പറയും, അവിടുത്തെ ടീച്ചറാണ് വൈഫ്. മാത്സ് ആണോ അതോ? ഇല്ല, KG ആണ് നോക്കുന്നത്. KG. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ കുറെ തെറ്റിക്കാനൊക്കെ നോക്കുവേ, അതുകൊണ്ട് സിനി പേടിക്കാൻ വേണ്ട, അതിലൊന്നും വഴക്കൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. കാരണം എനിക്ക് പുള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ എനിക്ക് അറിയാം. അതെങ്ങനെ? എറണാകുളത്തല്ലായിരുന്നു, പാലാരിവട്ടം. ഞാൻ എറണാകുളത്താണ് 3 വർഷമായിട്ട് താമസിക്കുന്നത്. എവിടെ സാർ താമസിക്കുന്നത്? ഞാൻ ബോൾഗാട്ടി. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് പാലാരിവട്ടത്ത് വരാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സും ബാക്കി എല്ലാവരും നവീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് ശരിയല്ല, കാരണം ഫാമിലിയെ കൊണ്ടുവന്നുണ്ട്. ഇല്ലായിരുന്നേ ഞാൻ ചോദിച്ചേനെ. സിനി, ഇതെന്തോ എന്നെ പൂട്ടിക്കാനുള്ള ശ്രമം ഉണ്ടാ? വീഴരുത്, നീ ഇതിൽ വീഴരുതേ. അല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും ഒരിക്കലും നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനോ അങ്ങനൊന്നും അല്ല. ചില കേട്ട സത്യങ്ങൾ മാത്രം അറിയാതെ നമ്മൾ ചോദിച്ചു, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, സത്യമാണ് ഞാൻ പറഞ്ഞിരിക്കും. അപ്പം എ ശരി, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അത് ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പാലാരിവട്ടം അക്കൗണ്ടിൽ. വെറുതെ അല്ല, പാലാരിവട്ടം പാലത്തിന്റെ താഴത്തിൽ എവിടെ ഒരു ബാങ്ക് ഉണ്ടല്ലോ, ഏതാണ്? ICC ബാങ്ക്. നിങ്ങളുടേതല്ലേ? അവിടെ എത്തി. അതാണല്ലോ അതിന്റെ ഒരു ഇത്.